ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചിന്നതളപതി ഭാരത് വെപ്പ് മീശ വെച്ച് അഭിനയിച്ച പഴനി. ഈ സിനിമയുടെ സംവിധായകനാണ് മിസ്റ്റർ പേരരസ്. ഓരോ സിനിമ കഴിയുമ്പോഴും കരിയോഗ്രാഫി ഇങ്ങനെ താഴ്ന്നു വരുന്ന വേറൊരു സംവിധായകനെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ആദ്യം എടുത്ത തിരുപ്പാച്ചി ബ്ലോക്ക് ബസ്റ്റർ, രണ്ടാമതെടുത്ത ശിവകാശി ഹിറ്റ്, മൂന്നാമതെടുത്ത തിരുപ്പതി എബോ അവറേജ്, നാലാമതെടുത്ത ധർമ്മപുരി ഫ്ലോപ്പ്, അഞ്ചാമതെടുത്ത പഴനി ഡിസാസ്റ്റർ. അങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോഴും തന്റെ മുന്നത്തെ സിനിമയേക്കാൾ ഈ സിനിമ എങ്ങനെ മോശമാക്കുന്ന ചിന്തിക്കുന്ന ഒരു ഡയറക്ടറാണ് ഇദ്ദേഹം. അങ്ങനെ 2008 ഇദ്ദേഹം പണിയ പണ്ടലാണ് പഴനി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും മോശം ഡയലോഗ്സ് ഉള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെ അകത്ത് വില്ലനാണ് ബിജുമേനൻ. ബിജുമേനൻ രാവിലെ ഒരു ഡയലോഗ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ടായാലും തീരൂല. പിന്നെ ഇതിന്റെ നായകൻ ഭരത്ത് വന്നിട്ട് ഇതിനുള്ള കൗണ്ടർ വൈകിട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ ആയാലും തീരൂല. അമ്മാതിരി ഡയലോഗാണ് ഇതിന്റെ അകത്ത്. காலுக்கு கீழே உலகம் இருக்கும்டா. நான் பழத்தை காயாக்கி காய பிஞ்சாக்கி 2 hours later பிஞ்ச பூவாக்கி அந்த பூவை விதையாக்கி 3 hours later அந்த பூவை விதையாக்கி அந்த விதையே மண்ணாக்குறவன்டா. ഇതുവരെ കഴിഞ്ഞില്ല. എന്തൊരു നേരമായി രാവിലെ ആയാലും. நீ துட்ட கொடுத்து தான் மற்ற ஆளை நடிக்க வைக்கணும். எனக்கு அந்த அவசியமே இல்லை. ஏன்னா நானே ஒரு நடிகன். அன்னைக்கு என்னமோ காய் பழம்னு டைலாக்லாம் விட்ட, இன்னைக்கு நான் டைலாக் விடுறேன், கேளு. நான் மண்ணை விதையாக்கி விதைய பூவாக்கி பூவை பிஞ்சாக்கி பிஞ்ச காயாக்கி காய பழமாக்கி அந்த பழத்துல கொட்டை எடுத்து கொட்டையில பருப்பு எடுத்து அந்த பருப்பை വറുത്തെടുக்கிறவன். ഇതൊന്നോ രണ്ടോ പ്രാവശ്യമാണ് കണ്ടിരിക്കാം. പടം പുള്ളി ഇങ്ങനെ നൂരോരോ അപരാധങ്ങൾ പണി വെച്ചിട്ടുണ്ട് മിസ്റ്റർ പേരരസ്. അടുത്തത് സോങ്സ് ആൻഡ് ബിജിഎം. അത് പണി വെച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ദേവിയാണ്. ഇതൊക്കെ മുന്നേ വന്നിട്ടുള്ള പാട്ടല്ലേ? അതൊക്കെ എന്നെ വീണ്ടും അടിച്ചു വെക്കാനാണ്. പിന്നെ നീ എന്തിനാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ് നടക്കുന്നത്? വേറെ പണിയല്ല. പ്രൊഡ്യൂസറിനെ എങ്ങനെ കുത്തുപോള അടിപ്പിക്കാന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ അറിയുള്ളൂ. ഇനി നമുക്ക് നായകന്റെ ബീജം നോക്കാം. ഇത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊരു പഴയ ഭക്തിപ്പാട്ടല്ലേ? മിസ്റ്റർ ശ്രീകാന്ത് ദേവാ. രംബ ഫാനാണല്ലേ? ആ നായികക്കെങ്കിലും മര്യാദയ്ക്ക് ഒരു ബീജം വിട്ട് കൊടുക്കും മിസ്റ്റർ ശ്രീകാന്ത് ദേവ. എന്തൊരു കഷ്ടമാണ്. ജോണി എസ്പപ്പയ ഇതാണ് നഴ്സറിയ. ഇവിടെ പ്രൊഡ്യൂസർ തന്നെ അരച്ചാ കരിയുടെയും 1 കിലോ ഉപ്പിന്റെ എന്തെങ്കിലും കാണിക്കൂ ശ്രീകാന്ത് ദേവ. പിന്നെ ഇതിനകത്ത് ഭരത്തിന്റെ അഭിനയത്തെ കുറിച്ച് പറയാനാണെങ്കിൽ പറയാൻ എനിക്ക് വാക്കുകളില്ല. பயந்துட்டீங்களா? நான் தான் உங்க மச்சான் பழனி பேசுறேன். இதுவாண்ணா எதுவான்னு சொன்னா விவரமா சொன்னதானப்ப ஐயாவுக்கு விளங்க. இதுவாண்ணாங்கய்யா. വൃത്തികെട്ടവൻ തെണ്ടി. സ്ത്രീകളും കുട്ടികളൊക്കെ ചാകുന്ന ഒരു യൂട്യൂബ് ചാനലാണത്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. നമ്മുടെ നായകൻ പഴനി 15 വർഷമായിട്ട് സെൻട്രൽ ജയിലിലാണ്. കാരണം പുള്ളി 10 വയസ്സിൽ ഒരു മർഡർ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് 10 വയസ്സിൽ മർഡർ ചെയ്താൽ ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടാക്കാനാണ് പതിവ്. പക്ഷെ ഇത് തമിഴ്നാടാണല്ലോ. ഇനി ഇതെടുത്തിരിക്കുന്നത് പേരരസ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ലോജിക്ക് അന്വേഷിക്കാൻ പാടില്ല. പുള്ളിക്ക് ബുദ്ധിയില്ല. അങ്ങനെ തന്നെയാണ് പുള്ളി ബാക്കിയുള്ളവരെ കാണുന്നത്. പുള്ളിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കും ബുദ്ധിയില്ലെന്ന് വിചാരിച്ച് പുള്ളിയിലടക്കം ഒരു സീനൊക്കെ വെക്കും. അത് നമ്മൾ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ 15 വർഷം ശേഷം നമ്മുടെ നായകൻ പഴങ്കഞ്ഞി ജയിലിൽ നിന്ന് റിലീസ് ആവണം. അപ്പൊ തന്നെ കൂടുള്ള സഹനടന്മാരൊക്കെ ഭയങ്കര ആഘോഷം. ഇവൻ ജയിലിൽ നിന്ന് പുറത്തു പോകണേണ്. അപ്പോഴാണ് നമ്മുടെ കാട്ടുമാക്കാൻ ഇൻട്രോ. കാട്ടുമാക്കാൻ ഈ ആഘോഷമൊക്കെ കണ്ടിട്ട് വയ്ക്കും, ഇതിനാണ് അത്ര ആഘോഷമൊക്കെ നടത്തുന്നത്. അപ്പൊ അവന്മാര് പറയും നമ്മുടെ പഴനി റിലീസാണ്. കാരണം പുള്ളിനെ എല്ലാവരും ജയിലിൽ വെള്ളയൻ എന്നാണ് വിളിക്കുന്നത്. കാരണം പുള്ളി വെളുത്തിരിക്കുന്നതുകൊണ്ട് വെള്ളയൻ എന്ന് വിളിക്കുന്നു. വെള്ളയൻ എന്ന റിലീസാണ്, അതുകൊണ്ടുള്ള ആഘോഷമുണ്ട്. അപ്പൊ അവൻ ചോദിക്കും അവൻ എത്ര കൊല ചെയ്തു? അവൻ ഒറ്റ കൊല ചെയ്തിട്ടുള്ളത്. ഞാൻ 25 കൊല ചെയ്തിട്ടുണ്ട്. 25 കൊല ചെയ്ത് എനിക്കില്ലാത്ത ആഘോഷം എന്തിനാ അവൻ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇനി ആരെങ്കിലും ഇവിടെ ആഘോഷം ഇവിടെ ഇട്ട് നടക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ മൊത്തം ആലപ്പ്. பண்ணது ஒத்த கொலை, அதுவும் பொட்ட கொலை. அவனுக்கு கொண்டாட்டம் கொண்டாடுறா கொண்டாட்டம். நான் எத்தனை கொலை பண்ணிருக்கேன் தெரியுமாடா? உங்களுக்கே தெரியாதா?
25 കൊല പണിരണ്ടാ 25 കൊല. അപ്പോഴാണ് നമ്മുടെ നായകൻ പഴങ്കഞ്ഞിയുടെ ഇൻട്രോ, ദ ബെസ്റ്റ് ഇൻട്രോ എവർ. எப்படி நம்ம அறிமுகம்? പിന്നെ അങ്ങോട്ട് പഴങ്കഞ്ഞിയും കാട്ടുമാക്കാനും കൂടെയുള്ള ഫൈറ്റാണ്. അത് വെറും ഫൈറ്റ് അല്ല, ഏറി തൂങ്ങി കിടന്നുള്ള ഫൈറ്റ്. ഇവന്മാരെന്ത് പറവേ, പറവ ഇത് കണ്ടു കഴിഞ്ഞാൽ നാടിച്ച് തല താഴ്ത്തുണ്ടോ. അങ്ങനെ ജയിൽ സൂപ്രണ്ട് ഒന്ന് രണ്ടിനെയും പിടിച്ചു പറ്റും. അങ്ങനെ ഫൈറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പാട്ട് വേണമെന്നാണല്ലോ തമിഴ് സിനിമയുടെ കീഴ്വഴക്കം. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയ പഴങ്കഞ്ഞി പല ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്ത് ബിജുമോനന്റെയും കുഷ്ബുവിന്റെയും വീട്ടിൽ ജോലിക്കാരായിട്ട് കയറും. കുഷ്ബുവിന്റെ വീട്ടിൽ പഴങ്കഞ്ഞി ജോലിക്ക് കയറാൻ വേണ്ടി ഒരു കാരണമുണ്ട്. കാരണം കുഷ്ബുവിന്റെ അനിയനാണ് നമ്മുടെ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിക്ക് ചേച്ചിയോട് നല്ല സ്നേഹമാണ്. പക്ഷെ ചേച്ചിക്ക് ഒട്ടും ഇയാളെ കണ്ണെടുത്തൊക്കെ കണ്ടുകൂടാ. കാരണം ഇയാൾ കൊല ചെയ്തിട്ട് പോയ ആളല്ലേ, കൊലയാളിയാണ് അനിയൻ എന്ന് പറഞ്ഞിട്ട് അനിയന്റെ പേര് പറ തന്നെ സ്പോട്ടിൽ അടിയാണ്. തന്നെ പുള്ളി കള്ളപ്പേരിലാണ് അവിടെ ജോലിക്ക് കയറിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പഴങ്കഞ്ഞി 10 വയസ്സിൽ കൊല ചെയ്യാൻ ഒരു കരളേൽപ്പിക്കുന്ന ഒരു കാരണമുണ്ട്. നമ്മുടെ കഞ്ഞിയുടെ തന്ത ഒരു കാമക്കോഴിയാണ്. അയാൾക്ക് സ്വന്തമായിട്ടൊരു ഭാര്യയും സ്വന്തമായിട്ടൊരു കീപ്പും ഉണ്ട്. ഇവിടെ മനുഷ്യന് ഒരെണ്ണം പോലും സെറ്റാവണം. അതിന്റെ ഇടയ്ക്കാണ് ഒരു ഭാര്യ ഒരു കീപ്പും അവന്റെ. എന്നിട്ട് ഈ കാമത്തന്ത വീട്ടിലുള്ള അമ്മയുടെ സ്വർണവും സകല സാധനങ്ങളും കൊണ്ട് ഈ കീപ്പിന് കൊടുക്കും. എന്നിട്ട് അവർക്ക് കൊലിസില്ലെന്ന് പറഞ്ഞിട്ട് സ്വന്തം മോളുടെ കൊലിസ് വരെ ഊരി അവന് കൊണ്ട് കൊടുക്കും. ഇത് ചോദ്യം ചെയ്ത പഴനിയുടെ അമ്മയ്ക്ക് ഇട്ട് നല്ല ഇടിയും കൊടുക്കും. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ പഴനി നേരെ കീപ്പിന്റെ അടുത്ത് നിന്നിട്ട് നീ എന്റെ അമ്മേനെ തല്ലിക്കോ അല്ലേടി എന്ന് പറഞ്ഞിട്ട് വയറ്റിട്ടൊരു ഒറ്റ കീറം കീറും. എന്നിട്ട് പോലീസുകാര് നമ്മുടെ കൊച്ചു പണിയെ അറസ്റ്റ് ചെയ്യാൻ വരും. പണിയെടുത്ത് നോക്കി നീ അല്ലട അവരെ കൊന്നത്. പഴയ സത്യസം തന്നെയാണ്. അപ്പൊ തന്നെ പറയും ഞാനാണ് കൊന്നത്. ഇപ്പൊ എന്തിനാടാ കൊന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ സ്വർണ്ണം എടുക്കാൻ പോയി അപ്പൊ അവര് കണ്ടോണ്ട് കൊന്നെന്നൊക്കെ പറയും. കാരണം ഇത് പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നാണക്കേടാവും. അതുകൊണ്ട് പുള്ളി അത് പറയാണ്ട് പുള്ളി മോഷ്ടിക്കാൻ വേണ്ടി കയറിയാന്ന് പറഞ്ഞിട്ട് പുള്ളി ജയിലിൽ പോകും. പിന്നെ ഈ സിനിമയുടെ നായികയാണ് നമ്മുടെ അഗർവാൾ കാ ബേട്ടി കാജൽ അഗർവാൾ. ഭരത് 100 കൊടുത്ത 200 രൂപയ്ക്ക് അഭിനയിക്കും. ഈ കാജൽ അഗർവാൾ 100 കൊടുത്ത 1000 രൂപയ്ക്ക് അഭിനയിക്കും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. மதுரையில பஸ் ஓடுது, கோயம்புத்தூர்ல லாரி ஓடுது, மெட்ராஸ்ல டாக்ஸி ஓடுது. அது வேர்ல்டுக்கு தெரியும். മാപ്പിളക്ക് എന്നെ ഓടുത്. പിന്നെ ഇതിനകത്ത് നായിക്ക് നായകനോട് ഒരു പ്രേമം തോന്നുന്ന ഒരു സീനുണ്ട്. എന്റെ പൊന്നോ ക്രിഞ്ചി പ്രോ മാക്സ്. നമ്മുടെ കാജൽ അഗർവാള് ഒരു തുണിക്കടയിലെ സെയിൽസ് ഗേളാണ്. അപ്പൊ അവിടെ നമ്മുടെ പഴങ്കഞ്ഞി തുണി എടുക്കാനായിട്ട് വരും. എന്നിട്ട് കാജലിന്റെ അടുത്ത് ഒരു 5000 രൂപ വില മതിക്കുന്ന ഒരു സാരി വേണം. അപ്പൊ 5000 രൂപയ്ക്ക് ആർക്ക് എടുക്കണേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്കാന്ന് പറയും. അപ്പൊ 5000 രൂപയ്ക്ക് സാലറി എടുക്കണമെങ്കിൽ നിനക്ക് ശമ്പളം എത്ര ചോദിക്കുമ്പോഴത്തേക്കും പറയും എനിക്ക് 5000 രൂപ ശമ്പളം. അതുകൊണ്ട് അമ്മയ്ക്ക് 5000 രൂപയ്ക്ക് സാരി എടുക്കുന്നത്. ഇത് കണ്ട ഉടനെ കാജൽ ഫ്ലാറ്റ്. அம்மாவுக்கு சேலையே 5000னா ஐயாவுக்கு சம்பளம் எவ்வளவு? 5000ங்க. പിന്നെ കാജലിന് ഇതിന് ഗംഭീര റോളാണ്. വരുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, പോകുന്നു. വീണ്ടും വരുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, റിപ്പീറ്റ്. മുടിയല്ലേ തലവരെ, മുടിയല്ലേ. അങ്ങനെ ഒരു നട്ടിച്ച സമയത്ത് പഴങ്കഞ്ഞിയും കുഷ്ബുവും കൂടെ കാറിൽ പൊക്കൊണ്ടിരുന്ന സമയത്ത് ഡെഡ് ബോഡി ആയി ഒരുത്തം വന്നിട്ട് ആക്രമിക്കാൻ നോക്കും കുഷ്ബുവിനെ. എന്നിട്ട് പിന്നെ അവിടെ പൊഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പഴങ്കഞ്ഞി എല്ലാ ഗുണ്ടകളും ഇടിച്ചോടി. അങ്ങനെ പുള്ളിക്ക് വഴി കിടന്ന് ഒരു ഗുണ്ടയുടെ ഫോൺ കിട്ടും. ആ ഫോണപ്പം റിങ് ചെയ്യുകയും ചെയ്യും. ഈ ഫോൺ നമ്പറും കൊണ്ട് പഴങ്കഞ്ഞി നേരെ കാജലിന്റെ അടുത്ത് പോകും. എന്നിട്ട് ഈ നമ്പറിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് തരാൻ പറയും. എടാ മണ്ട പഴങ്കഞ്ഞി, അവള് തുണിക്കടയിലെ സെയിൽസ് ഗേളല്ലേ, അല്ലാണ്ട് CBCID ഓഫീസർ ഒന്നും അല്ലല്ലോ. നീ പൊട്ടാണ്. നമ്പർ തരാണ്, ഉടനെ അഡ്രസ് കണ്ടുപിടിച്ചോളൂ. നമുക്ക് തെറ്റ് പറ്റി ഗൈസ്. കാജൽ അഗർവാൾ അഡ്രസ് കണ്ടുപിടിച്ച്. അപ്പൊ ഇത്രയും പറഞ്ഞ ഞാൻ പൊട്ടനാ. ஓகே थैंक यू. அட்ரஸ் எழுதிக்கோ. சொல்லு. துர்கா നമ്പർ 7 സീനിവാസൻ സാലൈ അണ്ണാ നഗർ. അങ്ങനെ പഴങ്കഞ്ഞി അഡ്രസ് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അവിടെ വമ്പൻ ഒരു ട്വിസ്റ്റ്. உங்க மாமா வராரு. നമ്മുടെ ബിജുമേനന്റെ കീപ്പാണ് ഗൈസ് ഈ ദുർഗ. ഇവിടെ ഒരു പടത്തിൽ എത്ര കീപ്പടാ. അങ്ങനെ ഇത്രയും നാളും നല്ലവനായിട്ട് അഭിനയിച്ച് നമ്മുടെ കുഷ്ബുവിനെ നമ്മുടെ ബിജുമേനൻ ചതിക്കായിരുന്നു ഗൈസ്, ചതിക്കായിരുന്നു. എന്നിട്ട് പഴങ്കഞ്ഞി എന്ന് കുഷ്ബുവിന്റെ അടുത്തുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയും. കുഷ്ബുവിനെ കൊല്ലാൻ ശ്രമിച്ചത് ബിജുമേനനും കീപ്പും കൂടെ ചേർന്നാണ്.
പിന്നെ ഇത്രയും നാളും ബിജുമേനെ ചതിക്കണേറെന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയും. അപ്പോഴത്തേക്ക് ബിജുമേൻ അവിടെ ഉണ്ടോ എന്നിട്ട് പറയും ഇവൻ മാത്രം നുണേ മാത്രമേ പറയുള്ളൂ, ഇവൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി, എന്നിട്ട് അത് പിടിച്ചോടന്ന് ഇവിടെ വന്നിട്ട് എന്നെ കുറിച്ച് കള്ളം പറഞ്ഞാന്ന് പറയും. പുഷ്പ ഇത് വിശ്വസിച്ചിട്ട് ഇവന്റെ അടുത്ത് ഇറങ്ങട വിളി എന്ന് പറയും. ഇറങ്ങട വെളിയിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പഴങ്കഞ്ഞിക്ക് ആകെ പൊളിയും. എന്നിട്ട് പഴങ്കഞ്ഞി പറയും ഞാനങ്ങനെ വെളിയിൽ പോണ്ട ആളൊന്നുമല്ല, ഈ നിൽക്കുന്ന പുഷ്പു എന്റെ ചേച്ചിയാണ്, അപ്പൊ ചേച്ചിയുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ എനിക്ക് അവകാശം ഉണ്ട് എന്നൊക്കെ പറയും. இருக்கு நீங்க நினைக்கிற மாதிரி நான் வெள்ளையன் இல்ல. என் பேரு പഴനിവേലു. ആരുടെ ഈ എഫക്റ്റ് ഒക്കെ ഉള്ളത്? കണ്ണടിച്ചു പോവല്ലോടൂ. ഏതോ എഡിറ്റിംഗ് ആയിട്ട് തെണ്ടി എഡിറ്റ് ചെയ്ത് പഠിച്ചു. അപ്പോഴാണ് ഇന്റർവെൽ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്റർവെൽ കാർഡ് കാവടി തുള്ളിയൊക്കെ വന്നത് കാണുന്നത്. ഈ ദുർഗ എങ്ങനെ ബിജുമാന്റെ കീപ്പായി എന്നുള്ളതിന് ഒരു കഥയുണ്ട്. അതായത് നമ്മുടെ ദുർഗയുടെ ഹസ്ബൻഡ് ഒരു ഷൊണ്ണയാർ. പുള്ളി വാടക കൊടുക്കാനൊന്നും ഗതിയില്ലാത്തതുകൊണ്ട് ബിജുമാനെ വന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നേരത്ത് ദുർഗ എന്ത് ചെയ്തിട്ട് പോണില്ല. അപ്പൊ ദുർഗ പറയും നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വീട്ടിലിരുന്നോളാം, നീ വേണേ എന്നെ കീപ്പായിട്ട് വെച്ചോളാം പറയും. விட்டு போக மாட்டேன், வேணா நீயும் என் கூட இரு. காசு இல்லாதவங்க கிட்ட பொண்டாட்டியா வாழறத விட காசு இருக்கிற உங்கிட்ட பொண்டாட்டி மாதிரி வாழ்ந்துடலாம். அதுக்கு நீ என்ன சொன்ன? பட் அந்த டீலிங் எனக்கு ரொம்ப பிடிச்சிருந்துச்சு, ஒத்துக்கிட்டேன். என்னாச்சு? இல்ல நீ ஏன் இவ்வளவு கேவலமா இருக்கேன்னு சொல்ல வரேன். കീപ്പിന് വേണ്ടി സ്വന്തം ഭാര്യയെ കൊല്ലാൻ നോക്കുന്ന നല്ലവനായ ഹസ്ബൻഡായ ബിജുമേനനെയും ഖുഷ്ബുവിനെയും എങ്ങനെ ഇവർ ഒന്നാക്കുന്നു എന്നാണ് ബാക്കി സിനിമയുടെ കഥ. എന്നിട്ട് ഖുഷ്ബുവിന്റെയും പഴങ്കഞ്ഞിയുടെ അച്ഛൻ വന്നിട്ട് ഖുഷ്ബുവിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയും. ശരിക്കും ഇതാണ് സംഭവിച്ചത്, അനിയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും നാൾ ഈ ഉണ്ടാക്കേണ്ട വായിൽ പഴംപൊരി ആയിരുന്ന ഇവൻ ആദ്യം ഇത് പറഞ്ഞ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഒരു തന്തകളുണ്ട് ഇങ്ങനെ ഇറങ്ങിക്കുള്ളൂ നാട്ടുകാർ മൂടിക്കാനായിട്ട്. അവനെ കൊളകാരൻ മറ്റും சொல்லாத. ഇനി നമുക്ക് ക്ലൈമാക്സിലേക്ക് എടുക്കാം. ക്ലൈമാക്സ് വേറൊന്നുമില്ല, ഈ ബിജുമേനന്റെ സ്വത്തുക്കളൊക്കെ ഖുഷ്ബുവിന് വില ഇരിക്കണോണ്ട് സ്വത്തുക്കളൊക്കെ ഖുഷ്ബുവിന് കിട്ടും. അങ്ങനെ ബിജുമേനൻ ഒന്നും ഇല്ലാണ്ടായി വരുമ്പോഴത്തെ ഈ കീപ്പ് വേറെ തന്നെ കൂടെ പോകും വിത്ത് സെയിം ഡയലോഗ്. ஆம்பளையா பாக்குறேன், நான் இந்த வீட்ல தான் இருப்பேன், நீ வேணா என் கூட இரு. இல்லாதவங்க கிட்ட அப்படி வாழறத விட இருக்கிற உங்கிட்ட எப்படி வேணாலும் வாழ்ந்துடலாம். ഇത് വേറെ ആളുടെ കൂടെ പോയ വിഷമത്തിൽ ബിജുമേനൻ കത്തിയെടുത്ത് കീപ്പിന് ഒരു വെട്ടുവിട്ടു. ഇത് കണ്ടിട്ട് കീപ്പിനും പുതിയ കീപ്പിന്റെ ആൾക്കും പൊളിയും. എന്നിട്ട് രണ്ടുപേരും കൂടെ ചെന്ന് ബിജുമേനെ കൊല്ലാൻ നോക്കും. പിന്നെ ക്ലൈമാക്സിൽ ബിജുമേനെ പഴങ്കഞ്ഞി എങ്ങനെ രക്ഷിച്ചു എന്നുള്ളതാണ് ബാക്കി. എന്നിട്ട് പഴങ്കഞ്ഞി വില്ലന്മാരും കൂടെ പറന്നുള്ള ഇടിയാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഖുഷ്ബുവിന്റെ കഴുത്തിൽ ഈ കീപ്പ് കത്തി വെച്ചിട്ട് ലവനെ കൊല്ലടാന്ന് പറയും. உன் கையால உன் மாமனை நீ கொல்ற இல்ல என் கையால உங்க அக்கா கதையை முடிச்சிட. അങ്ങനെ പഴങ്കഞ്ഞി അവിടെ കിടന്ന ഒരു തോക്കെടുത്തിട്ട് കീപ്പിന്റെ തലയ്ക്ക് ഹെഡ് ഷോട്ട്. അങ്ങനെ പഴങ്കഞ്ഞി വീണ്ടും ജയിലിലായി. എന്നിട്ട് പഴങ്കഞ്ഞിനെ കാണാനായിട്ട് ബിജുമേനോനും ഖുഷ്ബും കൂടെ ക്ലൈമാക്സ് വരും. എന്നിട്ട് പറയും അല്ലെ ഞാൻ നന്നായി, ഇനി ഞാൻ ഇവളല്ലാണ്ട് വേറൊരു പെണ്ണിനെ നോക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞ് വീഴ്ചിട്ട് പോകും. உனக்கு உன் அக்கா எந்த அளவுக்கு முக்கியமோ அதை விட பல மடங்கு இப்போ எனக்கு என் பொண்டாட்டி முக்கியம். എടാ മണ്ടൻ പഴങ്കഞ്ഞി, ഇനിയും ഒരു കീപ്പിനെ കിട്ടിയാൽ നിന്റെ ചേച്ചിനെ ഉറപ്പായിട്ടും മുള്ളി തട്ടും. നീ രക്ഷിക്കാൻ നീ പോലും ഇല്ല. എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു. ഏതവനാണ് ഈ പടമൊക്കെ എഴുതി വെച്ചേക്കണത്? நீ கத்தி இவன் கத்தி அவன் கத்தி எவன் கத்தியும் பிரயோஜனம் இல்ல.